Hello, I'm Sarangi and welcome to my video. ഇതൊരു കോസി റെയിനി ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ദിവസങ്ങളിൽ സാധാരണ നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹോബീസിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കാനായിരിക്കും തോന്നുക. അപ്പം ദിസ് വീഡിയോ ഇസ് അബൌട്ട് കോസി ഇൻട്രസ്റ്റിംഗ് ഹോബീസ്. അപ്പോൾ ഇന്ന് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ച കുറച്ച് ഹോബീസൊക്കെ ഇതുപോലൊരു സ്റ്റിക്കി നോട്ട്സിൽ എഴുതിയിട്ട് ഈ ഒരു പിൻ ബോർഡിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്വില്ലിംഗ് ആണ്. ക്വില്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പേപ്പർ സ്ട്രൈപ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജി അടിക്കുന്നുണ്ട്. കാരണം ചെറുപ്പത്തൊക്കെ ഞാനിത് യൂസ് ചെയ്തിട്ട് ഇയറിങ്സ് ഉണ്ടാക്കിയിട്ട് സെല്ല് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സിലൊക്കെ പോയിട്ട്. അപ്പം ഒട്ടുമിക്ക ഗേൾസും അങ്ങനെ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതൊരു നൊസ്റ്റാൾജി ആയിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന ക്രാഫ്റ്റിനെ നമ്മൾ പൊതുവേ ക്വില്ലിംഗ് എന്നാണ് കേട്ടോ പറയാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ ഇയറിങ്സ് ഒന്നല്ല ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ ഒരു പേപ്പറിലൊരു ഡിസൈനാണ് ചെയ്യുന്നത്. ഇതിൽ ഞാനൊരു ബിഗിനർ അല്ലെങ്കിൽ പോലും ഇത് കുറേ നാൾക്ക് ശേഷമാണ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇയറിങ്സ് ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു ടെക്നിക്കല്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെയ്യാനായിട്ട്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ടൂൾസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാനൊരു വലിയ തടിച്ചിട്ടുള്ള നീഡിൽ യൂസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ചുരുട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത്യാവശ്യം ഒരു മെനയുള്ള രൂപത്തിലേക്ക് ഞാൻ ഇതിനെ മാറ്റി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇത് കാണുന്ന പോലെ അത്ര സിമ്പിളൊന്നും അല്ല. കുറേ ടൈം എടുത്ത് ഇത്ര തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് നോക്കിയിട്ട് ചെയ്തൊരു സാധനമായിരുന്നു. അതുപോലൊന്നും വന്നിട്ടില്ല. എന്നാലും ഇത് ഈ ഒരു ചുമരിൻ്റെ ഈ ഒരു സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അടുത്തതൊരു പേപ്പർ ട്യൂലിപ്സ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ ഹോബീസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ക്രാഫ്റ്റ് DIY റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ട്യൂലിപ്സ് ഭയങ്കര ട്രെൻഡായിരുന്ന സമയത്തെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ വിട്ടുപോയി. പക്ഷെ ഞാനിത് വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ ആക്ച്വലി സൺഫ്ലവർ അല്ലെങ്കിൽ യെല്ലോ ഷെയ്ഡിലുള്ള എന്തെങ്കിലും ഫ്ലവർ ഉണ്ടാക്കണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിച്ച ആ ഒരു യെല്ലോ പേപ്പർ അവിടെ ഇല്ലായിരുന്നു. അപ്പം പിന്നെ ഞാൻ ട്യൂലിപ്സ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. നമ്മൾ നേരത്തെ ചെയ്ത ക്വില്ലിങ്ങിനെക്കാട്ടിയും എത്രയോ സിമ്പിളാണ് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തതും ഇത് ചെയ്യുമ്പോൾ തന്നെയാണ്. ആ ഒരു സ്റ്റിക്ക് വാങ്ങാൻ മറന്നുപോയതുകൊണ്ട് ഞാൻ ഈർക്കിൽ വെച്ചിട്ട് ഒരു ഗ്രീൻ പേപ്പർ കൊണ്ട് ജസ്റ്റ് അതിനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 5 ട്യൂലിപ്പ് ഫ്ലവർ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഐ എം സോ ഹാപ്പി വിത്ത് ദ റിസൾട്ട്. ഇപ്പം ഞാൻ തന്നെ ഓരോന്നുണ്ടാക്കി ഞാൻ തന്നെ ഭയങ്കര ഭംഗിയാന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കൊന്നും തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നന്നായിട്ടുണ്ടാവും കേട്ടോ. അടുത്ത ഹോബി എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഞാൻ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ഹോബിയാണ് കേട്ടോ. അതായത് ജ്വല്ലറി മേക്കിംഗ്. അപ്പം ബീഡഡ് ജ്വല്ലറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറച്ച് മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ബീഡ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പിങ്ക് തീമിൽ വരുന്ന ഫോൺ ചാംസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ മുന്നേ ഞാൻ കുറേ ഫോൺ ചാംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫോണിന് പുതിയ ഫോൺ വാങ്ങിയതിന് ശേഷം ഫോൺ ചാംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാംസ് ഞാൻ ഉണ്ടാക്കുന്നത്.
അടുത്തതൊരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു ഹോബിയാണ് കേട്ടോ, മാണ്ടാല ആർട്ട്. അങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഈ ഒരു സംഭവം എനിക്ക് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു അടുത്തായിട്ട്. അപ്പം ഇത് ബേസിക്കലി നമ്മൾ മൈലാഞ്ചിയൊക്കെ വരയ്ക്കുന്ന ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പാറ്റേൺസ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ നല്ല രസമാണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാനിതിന് വേണ്ടിയിട്ട് ജെൽ പെന്നാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിക്കറായിട്ടുള്ള പെന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് നല്ല രസമുണ്ടാവും. അപ്പം ഗൈസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.